സങ്കീർത്തനങ്ങൾ 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട്, വീണ കൊണ്ടും, ഗാംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവനാകുന്നു! നിന്റെ വിചാരങ്ങൾ അത്യന്തം ആഘാതമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകുന്നു. എങ്കിലും നിന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരങ്ങൾ താഴയ്ക്കും. വർദ്ധിക്കത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവന് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ.